അപ്പോൾ ഇന്ന് ഉച്ചക്കേക്കുള്ള മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി പിടിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ പിന്നെ മീനില്ലാതെ ചോറില്ല എന്നാണ്. അപ്പോൾ ഇതാ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് തണുപ്പൊക്കെ പോയിട്ടാണ് കേട്ടോ ഞാൻ നേരാക്കാൻ വേണ്ടി എടുത്തത്. 2 കണ്ണമീനും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി കേട്ടോ. അതെനിക്ക് നന്നാക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. എന്നിട്ട് മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് അത് മസാല തേക്കണം കേട്ടോ. എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേക്കുന്നത് അത്ര താല്പര്യമില്ല കേട്ടോ. അതങ്ങോട്ട് മീൻ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് കരിഞ്ഞ് മൊരിഞ്ഞ് വരും. അതിനെക്കാട്ടി നല്ലത് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മസാല തേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ മസാല തേച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിലൊക്കെ നല്ല പോലെ അങ്ങോട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ മീനൊക്കെ വറുത്തെടുത്തു. പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മളിത് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് വറുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. മറ്റേതും ഉള്ളിയൊക്കെ ഇട്ടിട്ടും വറുത്തെടുക്കും. പക്ഷേ അതിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി വന്ന് അപ്പോഴത്തേക്കും പച്ചക്കറി വണ്ടി നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം വരും. അതിൽ നിന്നാണ് നമുക്ക് വേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങാം. പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൗണിൽ പോയിട്ട് വാങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെക്കുക. ബാക്കിയുള്ള ഉള്ളിയൊക്കെ പുറത്ത് തന്നെയാണ് വെക്കുക. അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവൽ പലഹാരത്തിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാമ്പാറും കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വെച്ചത്. അപ്പോൾ ഇത്രയുള്ള ചേച്ചി.